ഹലോ ഹായ്. അപ്പം ഞാൻ ഈ ഒരു റിയാക്ഷൻ അല്ല, വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ മല്ലിക ചേച്ചി നമ്മുടെ എമ്പുരാൻ എന്നൊരു ഫിലിമിനെ പറ്റി പൃഥ്വിരാജിന് എതിരെ ഉള്ള പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് മോഹൻലാലിന് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, അവർക്കൊന്നും അറിയാതെയാണ് ആള് ഈ ഒരു ഫിലിമിൽ ആക്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനെല്ലാം അവർക്കൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുകയുണ്ടായി. കാരണം അവരുടെ മകനെ എല്ലാവരും ഒറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. അവരതിനെപ്പറ്റി പ്രതികരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വിഷയം അതല്ല. ആ ഒരു ഒരു അമ്മ അവരുടെ മകനെ പറ്റി അവർക്കുണ്ടായ ഒരു വിഷമം അവർ പബ്ലിക്കിൽ സംസാരിച്ചപ്പോൾ അവർക്കെതിരെ ഉണ്ടായ ഒരു പ്രതികരണം ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറം ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമല്ല, പെറാനുള്ളതുങ്ങളെ ആരിൽ നിന്ന് പേറണമെന്നും വളരെ നന്നായി അറിയാവുന്ന ഒരു സമർത്ഥയായ സ്ത്രീ ആയിരുന്നു എന്നുള്ള കാര്യം സമൂഹത്തെ ഇതിനോടകം അവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പൊറുക്കാൻ ഒരുത്തന്റെ കൂടെ പോയി, പെറാൻ വേറൊരുത്തന്റെ കൂടെ പോയി. അതൊരു വൈഭവം തന്നെയാണ്, തിരിച്ചറിവ് ശേഷിയാണ്, മികവ് തന്നെയാണ്, മിടുക്ക് തന്നെയാണ്, കാര്യപ്രാപ്തി തന്നെയാണ്, സാമർഥ്യം തന്നെയാണ്. അതുകൊണ്ട് അവരുടെ നാക്കിന്റെ പേറ്റുശേഷിയിലും പോങ്ങന് ഒട്ടും തന്നെ സംശയമൊന്നുമില്ല. വളരെ മാതൃകാപരമായി അവരെ വളർത്തുകയും അവർ രണ്ടുപേരും കുടുംബമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ മക്കളുണ്ടെന്നോ അവർക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ മരുമക്കളുണ്ട്, കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട് എന്നും ഇത് അവരെയൊക്കെ എത്രത്തോളം മാനസികമായി ബാധിക്കും എന്നുള്ളത് പോലും ചിന്തിക്കാതെ ഒരാൾ അയാളുടെ വായിൽ തോന്നുന്നത് എന്തും വിളിച്ച് പറയാൻ പറ്റുന്നതാണോ ഈ സോഷ്യൽ മീഡിയ? ഇതിനെതിരെ മല്ലിക ചേച്ചി തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഇയാൾക്കെതിരെ വ്യക്തി അധിക്ഷേപത്തിനെതിരെ കേസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തും വിളിച്ച് പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇയാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിച്ചെടുക്കുക എന്ന് തന്നെ പറയാം. എന്തും പറയാൻ പറ്റുന്ന ഒരു സ്പേസായിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയും അയാൾക്കും ഉണ്ട്, ഭാര്യ ഉണ്ടാവും, അമ്മയുണ്ടാവും, അതേപോലെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകളുണ്ടാവും. എല്ലാവർക്കും ഒരു ജീവിതത്തിൽ ഒരു മാരേജ് കഴിഞ്ഞ ഉടനെ അത് സക്സസ് ആവണമെന്നുമല്ല. അവരതിൽ നിന്ന് പുറത്ത് കടന്ന് മറ്റൊരു ജീവിതം കണ്ടെത്തി അതിൽ വളരെ മാതൃകമായി മുന്നോട്ട് പോവുകയും അതിൽ കുട്ടികൾ അവർക്കുണ്ടായി ആ കുട്ടികൾക്ക് കൊടുക്കാവുന്ന മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കുകയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു ആള് ആ ഒരു പ്രായത്തിൽ പോലും ബഹുമാനിക്കാതെ ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ ഇവിടെ ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടിട്ടില്ല. ഞാനിപ്പോഴും ഒരിക്കലും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഇവിടെ പലപ്പോഴും പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് രാഹുൽ ഈശ്വരനോടും ചോദിക്കാനുണ്ട്, ഇങ്ങനെ ഇയാൾ പറഞ്ഞത് ശരിയുള്ള കാര്യമാണോ? ഇയാൾക്കെതിരെ നിയമ നടപടിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഒരു സ്ത്രീ ഒരു പ്രായം അവരെ മാനിക്കണം. അവരുടെ കുട്ടികളുണ്ട്, അവർക്ക് കുടുംബമായി ജീവിക്കുന്ന ചെറുമക്കളുണ്ട്. ഇത്രയും അതിശയിക്കേണ്ട അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നു കയറേണ്ട യാതൊരു റൈറ്റ്സും അയാൾക്കില്ല എന്നതുകൊണ്ട് നിങ്ങളോട് പുച്ഛം മാത്രമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് ഇല്ലാത്ത രീതിയിൽ പ്രതികരിക്കാതിരിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ അഭിപ്രായം എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു